ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി റോയ്സ്. പിക്കാട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല സാധനങ്ങളും ഉപ്പിലിട്ട് വെച്ചിട്ട് കഴിക്കാറുണ്ട്. മാങ്ങ, നെല്ലിക്ക, നാരങ്ങ, ഇലുമ്പുളി, അങ്ങനെ പലതും. എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് റംബുട്ടാൻ ഉപ്പിലിട്ടാൽ എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെപ്പോഴും പറയും പോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ കുറച്ച് റംബുട്ടാൻ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ റംബുട്ടാനെല്ലാം നമ്മളിതാ ഇതുപോലെ അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ റംബുട്ടാനെല്ലാം ഒന്ന് ഉപ്പിലിടാനായിട്ട് നമ്മളിവിടെ നല്ലൊരു ചില്ല് കുപ്പി ചൂടുവെള്ളത്തിലിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒരു തുള്ളി പോലും വെള്ളം മയമില്ലാതെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റംബുട്ടാനെല്ലാം ഈ കുപ്പിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമൊന്ന് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ വെള്ളം എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് വിനാഗിരി കൂടി നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ഇത്രയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാന്താരിമുളക് കൂടി ചേർത്ത് കൊടുക്കുക. കാന്താരിമുളക് നമ്മളിവിടെ നല്ലൊരു തുണി വെച്ച് ഒന്ന് തുടച്ച് കൊടുത്തിട്ടാണ് ചേർത്തിരിക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ കുപ്പി നന്നായിട്ടൊന്ന് മുറുക്കി അടച്ചതിന് ശേഷം ഒരു 15-20 ദിവസം ഒന്ന് മാറ്റി വയ്ക്കാം. ഇത്രയും ദിവസം കൊണ്ട് നമ്മുടെ റംബുട്ടാനെല്ലാം ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് പിടിച്ചിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. നമ്മളിവിടെ ഒരു 22 ദിവസം ആയപ്പോഴേക്കാണ് ഇത് എടുത്തിരിക്കുക. അപ്പോൾ നമ്മുടെ റംബുട്ടാനെല്ലാം ഇതാ ഇതുപോലെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. മധുരവും ഉപ്പും പുളിയും എരിവും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ റംബുട്ടാന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരിത്തിരി കഞ്ഞി കുടിക്കാനായിട്ട് വേറെ കറിയൊന്നും ഇല്ല എങ്കിലും ഇത് മാത്രം മതിയാകും. ഇതിൻ്റെ കൂടെ ഒരിത്തിരി കട്ട തൈര് കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്